സത്യ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പറഞ്ഞാൽ ഒരു BR റാങ്കിഡ് സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കാനാണ് ഇപ്പം വന്നിരിക്കുന്നത്. BR റാങ്കിഡ് മാച്ച് സോളോ വേഴ്സസ് സ്ക്വാഡ്, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കില്ലൊക്കെ സെറ്റാക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഓറിയോൺ, ജോട്ട, മിഗ്വേൽ, ലിക്വറ്റ് ഇതാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഹാമറുണ്ട്. റൂക്കി പെറ്റ് വേണോ അതോ നല്ല സാധനം വേണോ? ഡെറിക്കില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കട്ടെ. അല്ല വേണ്ട, ഇത് മതി. നമുക്ക് എന്ത് ഇടണം? ഇതിടണം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓളോ വെച്ച സ്ക്വാഡാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഓളം എന്നുള്ള ഓപ്ഷൻ ഇട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലഡ് എഫക്റ്റ് എങ്ങനെ കിട്ടി നിങ്ങൾക്കറിയാം. ബ്ലഡ് എഫക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ഉപകാരമായിരിക്കും. നമ്മൾ റോഡ് ടു 100 സബ്ബാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എവിടെ ഇറങ്ങണം? നമുക്ക് നമ്മുടെ പോച്ചിനോക്കിലിറങ്ങണം. പോച്ചിനോക്കിലല്ലെങ്കിൽ മില്ലിലിറങ്ങണം. മില്ല് വേണം. പോച്ചിനോക്ക് ഇറങ്ങണം. ചന്ദ്രൻ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്ക് ഇനി കാണാൻ പറ്റും. ഗുവാന്നത്തോടെ കോട യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഉപയോഗമാണ് ചന്ദ്രനെ കൊണ്ട്. ചന്ദ്രനല്ല, സൂര്യനെ കൊണ്ട്. ചന്ദ്രൻ വലിയ ഉപയോഗമൊന്നുമില്ല. കൊണ്ട് റഡാറ് പോലെ ഇങ്ങനെ മേളിൽ കാണിക്കത്തുള്ളൂ. അത് വലിയൊന്നുമില്ല. അത് നോക്കായി കിടന്നാലും കാണിക്കും, അടുത്തുണ്ടെങ്കിലും കാണിക്കും. അങ്ങനെ ഒരു സാധനം. ചന്ദ്രനാകുമ്പോൾ കറക്റ്റ് എനിമി നോക്കായി കിടക്കുകയാണെങ്കിൽ കാണിക്കും, നിൽക്കുവാണെങ്കിൽ നിൽക്കുന്നെന്ന് കാണിക്കും. വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ റോഡ് ടു 100 സബ്ബാണ്. നമ്മളുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 20 ഗൈസ്. 20 ലൈക്ക് തരണം ഗൈസ്. 20 ഗൈസ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഇവിടേക്ക് എത്ര വ്യൂസ് ഒന്നും കയറുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മളങ്ങനെ പറയുകയാണ് എന്ത് ചെയ്യണം. ഒരു MP40 ഉത്തക്കരം കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പിന്നെ ആരോ ഫയർ ചെയ്യുന്നു സുഹൃത്തുക്കളെ. നമ്മൾ ഇപ്പോഴേ പോയി ഫൈറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഡെഡ് ആവാൻ വളരെ സാധ്യത കൂടുതലാണ്. സോ നമ്മൾ പെതുക്കെ ലൂട്ടൊക്കെ സെറ്റാക്കി. ഒരു ഹെൽമെറ്റിൻ്റെ ആവശ്യം കൂടിയുണ്ട് നമ്മൾക്കിനി. അപ്പോൾ അതും കൂടെ ലഭിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാകും സുഹൃത്തുക്കളെ. UAV ഹാസ് ബീൻ ഡിപ്ലോയ്ഡ്. MP40 ഇല്ലടേ കളിയിൽ. ബാക്കി എല്ലാം ഞാൻ എപ്പോൾ കളിച്ചാലും MP40 കിട്ടും ഫസ്റ്റിലെ തന്നെ. ഈ കളി MP40 ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എവിടെയും കാണും. അവിടെയൊക്കെ ഫൈറ്റ് നടക്കുകയാണ്. നമ്മൾ ഇപ്പോഴേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഫസ്റ്റിലെ വീഡിയോ 1 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ചാവാനൊന്നും എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ലൂട്ടൊക്കെ പെരക്കി ഇപ്പോൾ കിട്ടിയ ഇതാണ് നമ്മളെ പിന്നെ കൊന്നേനെ പന്നൻ. ഇവിടെ നിന്ന് സേഫായിട്ട് മെഡിക്കറ്റ് ഗൈസ്. വെറുതെ എന്തിനാ ചാവുന്നേ? അടുത്ത എനിമി നൂബേ. ഡൗൺ. ആരില്ലയോടാ നൂബുകളെ. വെസ്റ്റ് എന്തായാലും വാങ്ങണം. ഇവിടെ കണ്ട് ഒരുത്തന്നെ ഞാൻ സ്പോട്ട് ചെയ്തായിരുന്നല്ലോ.
ഞാൻ കുറച്ച് മുമ്പേ അങ്ങോട്ട് പോകുന്നത് കണ്ടല്ലോ. ഞാൻ റൈറ്റിലോട്ട് ആരാണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് പോന്നു. ഓ ബ്രോ, ശരിയായ വണ്ട. 3 kills ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവൻ്റെ ഇനി MP40 ഉണ്ടെങ്കിൽ അതെടുത്ത് 2 മറിപ്പ് മറിക്കണം. എങ്ങാണ് അവൻ്റെ ടീമേറ്റ് എങ്ങാണ് ഇവിടെ ഉണ്ടേലോ. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഗ്ലൂ വാളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആരാണ്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. നമ്മൾ ആരുമില്ലായോടെ പോണ്ടുണ്ട്. ഇവനെയാണ് കഴിച്ച് നമ്മൾ നേരത്തെ എലിമിനേറ്റ് ആക്കിയത്. അവർ റിവെഞ്ചിന് വന്നെയാന്ന് തോന്നുന്നു. എന്തിയാടാ നീ? ആണെന്നെങ്കിൽ വേണം. ഓ ശരി. ഗൈസ്, അവൻ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞിരിക്കുന്നു. വെറുതെ വിടാൻ അവനങ്ങ് ഓടി മേളിൽ കയറി കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇതിലെ കൂടെ കറങ്ങി വരും അവൻ. നമുക്ക് അപ്പോഴത്തേക്കും അതിൻ്റെ അകത്തില്ല. അവൻ നമ്മളെ അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളിവിടെ ഉണ്ടെന്ന്. ഓ ബ്രോ, അവിടെ കിടക്കടാ നീ. എത്ര ചെരപ്പന്തൂടെ. അപ്പം 4 കില്ല് നമ്മളായിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനിയൊരു ബൂയാണ് നമ്മുടെ ലക്ഷ്യം. ഈ MP40 ഇല്ലല്ലോ, അതാണ് എനിക്ക് വിഷമം. ഈ UMP AC-റ്റും കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞേ, പക്ഷെ MP40 ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. ഇനി ആരെങ്കിലും ഉണ്ടോടാ? ധൈര്യമുള്ളവന്മാർ വാടാ. ഒരുത്തിനെ എനിക്ക് പേടിയില്ല. വാടാ 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 പയ്യ. അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി നോക്കാം കഴിച്ച്. അവിടെ കാണാം MP40 എല്ലാം കിട്ടിക്കഴിഞ്ഞാലേ ഇന്ന് മാസം കളി കളിക്കാം. ഡ്രോഗൺ എടുക്കായിരുന്നു, ബട്ട് വേണം. ഓ, 1 മിനിറ്റ് സുഹൃത്തുക്കളെ. ഇനി കുഴപ്പമില്ല, കളിക്കാം. ഞാൻ വിചാരിച്ചു MP40 ആയിരിക്കുന്നു. ഇവിടെ എടുക്കുന്നുണ്ട്. ഓ മൈ ഗോഷ്. മേളിലാണ്, നമുക്ക് ചെന്ന് ഫൈറ്റ് എടുക്കുന്നത്. ഇവനിപ്പോൾ 2ാമത്തെ 3ാമത്തെ കളിക്കാണ്ടാണ് വിടുന്നത്. അവൻ്റെ ടീമേറ്റ് എടുത്തിട്ടുണ്ട്. അവനതിൻ്റെ ടോപ്പിലുണ്ട്. ഗ്രൗണ്ട് എടുക്കുന്നു. ഇതിനകത്തും കൂടി ഒരുത്തനുണ്ട്, അതാണ് വള്ളി. ഓ ബ്രോ, ഇവനൊക്കെ 2ാമത്തെ എണ്ണം വരുന്നു. എനിക്കെന്നാ ലാസ്റ്റ് മാനാണ്. മറ്റ് സാധനം അതാ കൂടുന്നു. ഇത് ഇവനൊക്കെ എന്ത് ചെയ്യുന്ന എൻ്റെ കൊണ്ട് തന്നെ ചത്താൽ ഇവനൊക്കെ ഉറക്കം വരത്തുള്ളൂ. വേണ്ടി പോയോ? നമുക്ക് റിപ്പയർ കിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഫസ്റ്റിലൊന്ന് റിപ്പയർ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോയി. 7 കിൽസ് ഉണ്ട്. 7 കിൽസ്. ഓ ശരിയായ കളി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സോളോ സ്കോഡ്.
3000 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഡാമേജ് ഇതിനകത്ത് ഏതെങ്കിലും ലോങ് റേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കണം. പിന്നെ അല്ല, എന്നിട്ട് നമുക്ക് പോയി നമ്മുടെ ഈ സാധനം മേടിക്കണം. ഏതാ? റിപ്പയർ കിറ്റ്. റിപ്പയർ കിറ്റ് ഒരു വേഗം ഇരിക്കട്ടെ. എന്തോ പറയുന്നുള്ള എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു വാഹനം കിടപ്പുണ്ട്. വാഹനം എടുത്തുകൊണ്ട് പോകാം. വാഹിനി ഈ ബ്ലഡ് എഫക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ എന്താ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. 100% ഷുവറായിട്ട് നമ്മൾ ഇടും ഗൈസ്. ബൂസ്റ്റർ എടുക്കണം. പറ ഇതായിരുന്നു ഇല്ലല്ലോ. ബൂസ്റ്റർ കൊടുത്തിട്ടൊന്നും വണ്ടി ഇനി പോകുന്നത് സേഫ് അല്ല എന്ന് തോന്നുന്നു. നമുക്കിനി സോണിൻ്റെ അകത്തിൽ കയറിയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് എടുത്താലോ സുഹൃത്തുക്കളെ? എന്നാ പറയുന്നത്? ഇവിടെ ആരൊക്കെയോ ഉണ്ടല്ലോ. മേലെ ടോപ്പിലൊക്കെ ആരൊക്കെയോ മിക്കവാറും എൻ്റെ കില്ലിപ്പോൾ പോകാൻ സാധ്യത കൂടുതലാണ്. അവന്മാരാരെങ്കിലുമൊക്കെ മേലുള്ളവന്മാർ കുഞ്ഞു അന്തസ്സില്ലാത്തവന്മാരൊക്കെ ഉണ്ട് മേളിൽ. മരൻ്റെ കില്ല് കുഞ്ഞിക്കൊണ്ട് പോകും. ശരിയായ തൂക്കിട്ടു. ശരിയായത് എന്നാ ചെയ്ത കഴിഞ്ഞു. ഇത് മാറുന്നില്ലല്ലോ. മേലെ ഇരിക്കുന്നതായിരിക്കും സേഫ് എന്ന് തോന്നുന്നു. നാല് പേര് എങ്ങനെയാണല്ലോ സുഹൃത്തുക്കളെ. താഴേന്ന് റഷ് ചെയ്യുന്നു, മേളിൽ നിന്ന് റഷ് ചെയ്യുന്നു. എന്നെ ഇപ്പം അമ്മക്കും എല്ലാവരും കൂടെ കൊണ്ടുവച്ചു. എനിക്കൊരു ഫിയറും ഇല്ല. നമ്മളിപ്പോൾ ഒന്ന് എല്ലാത്തിനും ഉറക്കുന്നതാണ്. പുല്ലൻ മനഃപൂർവ്വം വീട്ടിൽ പോടാ. വെക്കുന്നവരോട് കളിച്ചാൽ പോരാ. പ്രായത്തിൽ മൂത്തവരോട് കളിക്കരുത്. പ്രായസ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇനി ഒരു അടുത്തൊരു ഗെയിം പ്ലേ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ.